ഞങ്ങൾ പറഞ്ഞത് പാലക്കാട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിസ്മയം തീർക്കുന്ന വിജയം UDF ഉണ്ടാകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കും. നിങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ വിസ്മയ തുമ്പത്ത് നിർത്താനാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പം അതിന് മുമ്പേ ആ വിസ്മയം പുറത്തുവിടാൻ താല്പര്യമില്ല. മാത്രമല്ല UDF വളരെ ശക്തമായി പ്രവർത്തിക്കുക. UDF തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ LDFിൻ്റെ സ്ഥിതി മറിച്ചാണ്. അഭിപ്രായ വ്യത്യാസവും അന്തഛിദ്രവും. നിങ്ങൾക്കറിയാം, പതിറ്റാണ്ടുകളോളം VSൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആയിരുന്ന ശ്രീ സുരേഷ്, അദ്ദേഹത്തിൻ്റെ PA എന്നുള്ളതിനേക്കാൾ ഉപരി സന്തത സഹചാരിയാണ്. അപ്പോൾ അത് കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ചലനം ചെറുതല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് VSനെ അറിയപ്പെടുന്നതും ജനങ്ങൾ അറിഞ്ഞതും. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസം മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ പോരാടിയ ഒരു സഖാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സന്തത സഹചാരിയായി നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സുരേഷിൻ്റെ ആ പാർട്ടിയോട് വിട പറഞ്ഞതും അതുപോലെ ആ നയങ്ങളോട് മുഖം തിരിച്ചതും ഒരു സൂചനയാണ്. ഇത് ഒരു സുരേഷല്ല, 100,000 സുരേഷുമാർ പാലക്കാട് ജില്ലയിലുണ്ട്. മറ നീക്കി പുറത്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിസ്മയമല്ല നടക്കാൻ പോകുന്നു. ഈ പാലക്കാട് ജില്ല CPMൻ്റെ ഒരു ശക്തിദുർഗം എന്നാണ് അറിയപ്പെടുന്നത്. ആ ശക്തിദുർഗം പലപ്പോഴും അല്ലാതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഈ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആ വിസ്മയം ഉണ്ടാകും. ഒരു രാഷ്ട്രീയ വിസ്മയം ഏത് സമയം നിങ്ങൾ പ്രതീക്ഷിക്കാം.